ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ നെഞ്ചിൻ്റെ അകത്ത് സംഭവിക്കുന്ന കാര്യം ഒരു മനുഷ്യനും കൂടെ ഉണ്ടായില്ല. ഒരു മനുഷ്യനും കൂടെ ഉണ്ടായില്ലെന്ന്. നിങ്ങൾ ഈശോ കുരിശും കൊണ്ട് ചുമന്നുകൊണ്ട് പോയപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തിനാ? കഴിഞ്ഞ ദിവസം ഓശാന പാടിയവർ അല്പം കഴിഞ്ഞപ്പോൾ മാറി നിന്ന് ഇവനെ ക്രൂശെ കയറ്റുക എന്ന് പറഞ്ഞു. കൈയടിച്ചവരും അപ്പം മേടിച്ച് ഭക്ഷിച്ചവരും രോഗശാന്തി കിട്ടിയവരും ഒറ്റൊരുത്തം പോലും കൂടെ ഉണ്ടായില്ല. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടുകൂടെ മറിയത്തിൻ്റെ ചില സ്ഥാനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ, വേറെ ആരുമില്ലെന്ന്. ഒറ്റ മനുഷ്യനുമില്ല. കൂടെയുണ്ടായിരുന്നവനൊക്കെ എങ്ങനെ പോയെന്ന് ബൈബിൾ എഴുതിയിട്ടില്ലേ? അല്ലേ? ഈശോനെ അനുഗമിച്ചിരുന്ന ഒരുത്തൻ അവസാനം ഗതികെട്ടപ്പോൾ തുണി വരെ ഉപേക്ഷിച്ചിട്ട് അവൻ ഓടിക്കളഞ്ഞു. ആരുമില്ലെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ അത് ഉറപ്പിച്ചോണം. കുരിശിന്റെ വഴിയിൽ നിനക്ക് കൃത്യമായി ഈശോനെ കാണാൻ പറ്റും. എപ്പോഴെന്നറിയോ? അവൻ ഇങ്ങനെ കുരിശ് ചുമന്നുകൊണ്ട് നിന്റെ മുമ്പിൽ നിൽക്കും. നീ സമാനമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കുരിശ് നിന്റെ മുമ്പിൽ വേറെ ചില അനുഭവങ്ങൾ പകർന്നു തരും. ഇന്ന് വരെ കാണാത്ത ചില കാര്യങ്ങൾ, ഇന്ന് വരെ അനുഭവിക്കാത്ത ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നോമ്പുകാലത്ത് മാത്രം ധ്യാനിക്കേണ്ടതല്ല കുരിശിന്റെ വഴി. ഓർത്തോണേ, നോമ്പുകാലത്ത് മാത്രം ധ്യാനിക്കാനുള്ളതല്ല, മറിച്ച് അനുദിന ജീവിതത്തിൽ ഈ കുരിശിന്റെ വഴിയാണ് നമ്മുടെ മുമ്പിലുള്ള പാത. അതത്ര തേച്ചു മിനുക്കിയതൊന്നുമല്ല, മുള്ളു നിറഞ്ഞതാണ്. വീഴും, എഴുന്നേക്കും. ഈ കുരിശിലെ ഈശോ നിന്റെ മുമ്പിൽ ചില പാഠങ്ങൾ പഠിപ്പിക്കും. കുരിശിനെ നോക്കുന്നവർക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ അനുഭവങ്ങളെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണേ. നിന്റെ വീട്ടിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ ഇന്ന് ഏത് കുരിശാണോ ഏറ്റെടുത്തിരിക്കുന്നത്, ആ കുരിശിന് അർത്ഥമുണ്ടെന്ന് കുരിശെ കിടക്കുന്നവൻ നിന്നെ പഠിപ്പിക്കുന്നു. കുരിശിൽ കിടക്കുന്ന ഈശോയെ നോക്കിയാൽ നിന്റെ ഇന്നത്തെ സഹനത്തിന് അർത്ഥങ്ങൾ, നമ്മൾ കാണാത്ത ചില മേഖലകൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി നൽകും. പ്രൈസ് ദി ലോർഡ്.